ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ മുൻ കോർപ്പറേഷൻ കൗൺസിലർ IP ബിനു പിടിയിലായി. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 16 ആയിരിക്കുകയാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, എവിടെ നിന്നാണ് മുൻ കൗൺസിലർ ആയിട്ടുള്ള IP ബിനു പിടിയിലാകുന്നത്? അക്ഷയ, ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 300ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. അതിൽ 12ഓളം പേരെ തിരിച്ചറിഞ്ഞിരുന്നു. ആ തിരിച്ചറിഞ്ഞ പ്രതികളിൽ ഏറ്റവും പ്രധാനിയായിരുന്നു IP ബിനു. IP ബിനുവിനെ അല്പസമയം മുമ്പ് തിരുവനന്തപുരം തമ്പാനൂരിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് പിടികൂടിയത്. ഹോട്ടലിൽ മുറിയെടുത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. ഇന്ന് രാവിലെ IP ബിനുവിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. ആ പരിശോധനയിൽ മനസ്സിലായത് IP ബിനു ഒളിവിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ രാത്രിയോടെ IP ബിനു അടക്കമുള്ളവർ ഒളിവിൽ പോയി. പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഒളിവിൽ പോയി. അപ്പോൾ നഗരത്തിൽ മുഴുവൻ വ്യാപകമായ തിരച്ചിൽ നടത്തുകയായിരുന്നു. ഫോൺ അടക്കമുള്ളവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. അങ്ങനെയാണ് പോലീസിന് ഈ തമ്പാനൂരിലെ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയത്. അവിടെ നിന്നാണ് അല്പസമയം മുമ്പ് IP ബിനുവിനെ കസ്റ്റഡിയിലെടുത്തത്. IP ബിനു പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ്, മുൻ കൗൺസിലർ കൂടിയാണ്. CPM-ന്റെ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്. പ്രത്യേകിച്ച് സമരങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് പെട്ടെന്ന് തന്നെ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടുന്നതുമൊക്കെ IP ബിനുവാണ്. ഏതായാലും ഇന്നലത്തെ സമരത്തിൽ IP ബിനു ഉടനീളം ഉണ്ടായിരുന്നു. ആ സമരത്തിന്റെ മുഴുവൻ സമയത്തും ഉണ്ടായിരുന്നു, ധർണയിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ED ഉദ്യോഗസ്ഥരുടെ വാഹനം അറ്റാക്ക് ചെയ്യുന്നു, അവരുടെ വാഹനം അടിച്ചു തകർക്കുന്നു. ആ തകർത്ത വാഹനം മുന്നോട്ട് പോകുമ്പോൾ പൊടുന്നനെയാണ് IP ബിനു രംഗത്തേക്ക് വന്ന് കയ്യിലിരുന്ന മുട്ടകൾ ആ ഉദ്യോഗസ്ഥർക്ക് നേരെ, ആ വാഹനത്തിന് നേരെ എറിയുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്നത് IP ബിനു ഈ കയ്യിൽ മുട്ടയുമൊക്കെ ആയിട്ട് വന്നതോടുകൂടി ഈ കേസിന്റെ മാനം മാറുകയാണ്. അതിനകത്ത് ഗൂഢാലോചന അടക്കമുള്ളവ സംശയിക്കാവുന്ന, അതായത് വളരെ ആസൂത്രിതമായി നടത്തിയ ആക്രമണം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു നടപടിയാണ് IP ബിനുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. IP ബിനു മുട്ടയുമായി വരുമ്പോൾ അത് കരുതിക്കൂട്ടിയാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. അപ്പോൾ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രതി കൂടി പിടിയിലാകാനുണ്ട്. അത് ആറ്റുകാൽ ഉണ്ണികൃഷ്ണനാണ്, മുൻ കൗൺസിലറാണ്. ഇപ്പോൾ എത്ര പേരാണ് പിടിയിലാകാനുള്ളത്? മറ്റൊരു കാര്യം, ഇപ്പോൾ അനന്തൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തമ്പാനൂരിലെ ഒരു ഹോട്ടലിൽ തന്നെ ഫോൺ ഓണാക്കിയ സ്ഥിതിയിൽ, ആ ഒരു അവസ്ഥയിൽ ഈ പ്രതി IP ബിനു ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് അങ്ങ് മറ്റോ ദൂരേക്ക് എവിടെയോ ഒളിച്ചിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശ്രമമൊന്നും പ്രതികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അടുത്ത പ്രതി, പറയാനുള്ള മറ്റു പ്രതികളും ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് എന്നുള്ള കണക്കുകൂട്ടലിലാണോ പോലീസ്? തീർച്ചയായിട്ടും. ഇനി പ്രധാനപ്പെട്ട പ്രതികളെല്ലാം പോലീസിന്റെ വലയിലായി. ഇനി ഒരാൾ മാത്രമേ, പ്രധാനികളുടെ ലിസ്റ്റിൽ ഒരാൾ മാത്രമേ പിടിയിലാകാനുള്ളൂ. അത് മുൻ കൗൺസിലർ കൂടിയായ ആറ്റുകാൽ ഉണ്ണികൃഷ്ണനാണ്. ആറ്റുകാൽ ഉണ്ണികൃഷ്ണൻ വാഹനത്തെ ആക്രമിക്കുന്നത് ആ ദൃശ്യങ്ങളിലുണ്ട്. ആറ്റുകാൽ ഉണ്ണികൃഷ്ണനും ഈ IP ബിനുവിനെ പോലെ നഗരത്തിലെ പ്രധാനപ്പെട്ട CPM നേതാക്കളിൽ പ്രധാനിയാണ്. അപ്പോൾ സാധാരണ ഇത്തരം സമരങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സംഘടിപ്പിക്കപ്പെടുന്ന സമരങ്ങളുടെയൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ്. അതുപോലെ CPM-നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നഗരത്തിൽ ഓടിയെത്തുന്ന പ്രവർത്തകരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഓടിയെത്തുന്ന നേതാവാണ്. അപ്പോൾ നഗരത്തിൽ തന്നെ ഉണ്ടാകും ഉണ്ണികൃഷ്ണൻ എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണനായിട്ട് നഗരത്തിലെമ്പാടും വലവിരിച്ചിട്ടുണ്ടെന്നാണ് അല്പസമയം മുമ്പ് മ്യൂസിയം പോലീസ് അറിയിച്ചത്. ഏതായാലും IP ബിനുവും ഉണ്ണികൃഷ്ണനും ഒരുമിച്ചുണ്ടാകും എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ IP ബിനുവിനെ മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 16 പേര് ഇതോടുകൂടി മൊത്തം പിടിയിലായി. 5 പേര് ഇപ്പോൾ റിമാൻഡിൽ പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെ നാളെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. ഇനി ഈ 16 പേരെന്ന് പറയുന്നത് ഡയറക്റ്റ് ആ വാഹനത്തിന് നേരെ അറ്റാക്ക് നടത്തിയ പ്രവർത്തകരാണ്. ഇതുകൂടാതെ 300ഓളം പേർ, കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെയാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 300ഓളം പേരിൽ കുറേ അധികം പേരെ ഇനി തിരിച്ചറിയാനുണ്ട്. അപ്പോൾ അത് ദൃശ്യങ്ങൾ നോക്കി ഓരോരുത്തരെയായി മനസ്സിലാക്കുകയാണ്. ആ അക്രമത്തിനും ആ സമരത്തിനും അൺലോഫുൾ അസംബ്ലി എന്ന് പറയുന്ന കുറ്റം അടക്കം ചെയ്ത ആൾക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ഒരു പക്ഷേ CPM നേതാക്കളൊക്കെ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കടുത്ത പ്രധാനപ്പെട്ട അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ ഇനി കൂടുതൽ SFI DYFI പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും അന്വേഷണം. ഏതായാലും പോലീസിന് വലിയൊരു തലവേദന മാറിക്കിട്ടി. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയെയും 16 പേരെയും, പ്രതി അടക്കം 16 പേരെ പിടികൂടി. ഇനിയൊരു പ്രതിയുള്ളത് ആറ്റുകാൽ ഉണ്ണികൃഷ്ണനാണ്. അയാൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അക്ഷയ, ശരി. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. IP ബിനുവിനെ കിട്ടിയോ എന്ന് ചോദിച്ചാൽ IP ബിനുവിനെ കിട്ടിയിരിക്കുന്നു. തമ്പാനൂരിലെ ഹോട്ടലിൽ നിന്നുമാണ് പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. IP ബിനു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാഹനത്തിന് നേരെ മുട്ട എറിയുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ മുട്ടയുമായി വന്ന് ആസൂത്രിതമായിട്ട് ഒരു ഗൂഢാലോചന തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലാണ് നിലവിൽ ഇപ്പോൾ പോലീസ് ഉള്ളത്. ആ തലത്തിലേക്ക് അന്വേഷണം നീളുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തമ്പാനൂരിലെ ഒരു ഹോട്ടൽ മുറിയിൽ തന്നെ ഫോണും ഓണാക്കിയ രീതിയിൽ IP ബിനു ഉണ്ടായിരുന്നെങ്കിൽ പോലീസിന് അയാളെ പിടികൂടാൻ ഇത്രയും 24 മണിക്കൂർ സമയം വേണ്ടി വരുമോ കേരള പോലീസിന് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.